അടിപൊളി പക്ഷേ അത് മലയാളത്തിൽ ഇറങ്ങേണ്ട ഒരു പടമൊന്നും അല്ല. വെറുതെ തെലുങ്ക് ഒരു പടം മതി. മലയാളത്തിൽ വളരെ ഡയലോഗ് വളരെ മോശമുള്ള രീതിയിൽ ഓരോന്നും അങ്ങനല്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്കത് ദഹിക്കൂല. പക്ക ഒരു തെലുങ്ക് പടം പോലെ ആയിപ്പോയി. നമുക്കത് മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ ലാലേട്ടനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ ഡയലോഗ് ഒക്കെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഡയലോഗ് ഒന്നും വളരെ നമുക്ക് ഇഷ്ടപ്പെടില്ല. മോശമൊന്നുമല്ല, നമുക്ക് പറയുന്നത് ഒരു കറക്റ്റ് നാടകീയതയുടെ ഒരു ഇതായിപ്പോയി. അതുകൊണ്ട് നമുക്കത് മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ മോഹൻലാലിന് ഇതിനകത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല. അത് തെലുങ്കിലുള്ള ആരെങ്കിലും അഭിനയിച്ചാൽ മതിയായിരുന്നു. മോഹൻലാലിൻ്റെ ഇഷ്ടം കൊണ്ടാണ് നമ്മളിന്ന് കാണുന്നത്. ഓക്കെ, പക്ഷേ നമുക്കത് ഇന്ന് എന്തൊക്കെയാണ് വലിച്ചു കയറാൻ കിടക്കണമെന്ന് ഓരോരുത്തർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ എല്ലാവർക്കും മോഹൻലാലിനാണല്ലോ ഏതിന് മോഹൻലാലിനെ പറയുമ്പോഴാണ് അതായിരിക്കും. അശ്വിൻ ഗോക്കിന് ഇന്നൊരു അശ്വിൻ ഗോക്ക് മോഹൻലാൽ എത്ര നന്നായി ചെയ്താലും മോഹൻലാലിനെ പറഞ്ഞാലേ അയാൾക്ക് റീച്ച് കൂടുള്ളൂ. ആ രീതിയിലായിരിക്കും. പക്ഷേ മോഹൻലാൽ അഭിനയിക്കേണ്ട പടമല്ല. മോഹൻലാൽ എന്തുകൊണ്ട് അഭിനയിച്ചെന്നറിയില്ല. പോസിറ്റീവായിട്ട് അല്ല, പോസിറ്റീവ് ഉണ്ട്. പടം പക്ക തെലുങ്ക് രീതിയിൽ. അപ്പോൾ അതിനകത്ത് മലയാളത്തിൽ നമ്മൾ കാണുന്നില്ലേ, തെലുങ്ക് എടുത്ത പടമല്ലേ, മലയാളത്തിൽ നമ്മൾ കാണുന്നില്ലേ. പക്ഷേ നമുക്കത് ദഹിക്കില്ല. കാരണം വളരെ നാടകീയതാണ് മെയിൻ. നാടകീയത കൂടിപ്പോയതുകൊണ്ട് മാത്രമല്ല. പക്ഷേ മോഹൻലാൽ നരിച്ചിട്ടുണ്ട്. നമുക്ക് ആ നടനെന്നും മെയിൻ നടനുണ്ട്. അതൊന്നും നമുക്കൊരു കണ്ടിരിക്കാനായിട്ട് പറ്റും. നമ്മൾ വിചാരിക്കും ഒരു മോശപ്പെട്ട സിനിമയാണ്, ഒരു ബറോസ് പോലെ ആവുമെന്ന് വിചാരിച്ചാണ് തുടങ്ങിയപ്പോൾ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബൈലിംഗിലാണ്. പലരും വിചാരിച്ചിങ്ങനെ ഡബ്ബിങ് ആണെന്നാണ്. അല്ല, കറക്റ്റായിട്ട് റീഷൂട്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. സാംസീസിൻ്റെ BGM ഒക്കെ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ അത്യാവശ്യം നല്ല വർക്ക് എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ബൈലിംഗിലാണ്. കുഴപ്പമില്ല, അത്രയ്ക്ക് പോരാ. ലാലേട്ടൻ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. മോഹൻലാൽ കുഴപ്പമില്ല. മോഹൻലാൽ നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉറങ്ങിയാണ് ചെയ്തത്. ലാലേട്ടൻ്റെ പെർഫോമൻസും പിന്നെ കൺസെപ്റ്റ് മാത്രമേ സിനിമയിൽ കൊള്ളാവൂ. ബാക്കിയുള്ള എല്ലാ രീതിയിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ രീതിയിലും വളരെ മോശമെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം കണ്ടിരിക്കാൻ ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂല. ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണെങ്കിൽ ചില പടം കാണാം, ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ കൊള്ളൂലേക്ക് പ്രതീക്ഷയില്ലാതെ ഇറങ്ങിപ്പോകും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് സെക്കൻഡ് ഹാഫ് ഇത് കാണാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹാഫിലുള്ള ആ ഒരു ഇത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് മാറി കിട്ടും. കാരണം സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ പെർഫോമൻസും ഈ ഒരു നല്ലൊരു കൺസെപ്റ്റും ഉണ്ട്. ഈ കൺസെപ്റ്റ് നല്ല രീതിയിൽ എടുത്തിരുന്നെങ്കിൽ വലിയൊരു വിജയമാവേണ്ട സിനിമയായിരുന്നു. പോരാ, കാരണം സ്റ്റോറി മാത്രമേ നന്നായിട്ടുള്ളൂ. ബാക്കിയെല്ലാം മേക്കിങ്ങിന് കുറച്ചുകൂടെ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മോഹൻലാൽ കൊള്ളാം, ഡബ്ബിങ് കൊള്ളാം. ഓവറോൾ നോക്കുമ്പം പോരാ. ബ്രോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഥയായിരുന്നു. പക്ഷേ വളരെ മോശം അവതരണമായിരുന്നു. പിന്നെ പുള്ളിയുടെ മകനായിട്ട് അഭിനയിച്ച നടൻ വളരെ മോശമായിരുന്നു ബ്രോ. പുള്ളി വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഉള്ളതൊക്കെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ വളരെ മോശമായിരുന്നു. പറഞ്ഞില്ല, സിനിമ എന്താ പറയുക, ഒരു ഇതില്ലാതെ ചെയ്തു വെച്ച് വളരെ മോശമായിരുന്നു.